ഹലോ, ഇന്ന് ഞാൻ ചിക്കൻ സ്റ്റൂ വെക്കുവാണ്. ചിക്കൻ സ്റ്റൂ പലരും വെച്ചിട്ട് പൊട്ടിപ്പോകാറുണ്ട്. എന്നിട്ട് എൻ്റെ പറയും ചിക്കൻ സ്റ്റൂ നിങ്ങൾ വെച്ച നന്നാണ്, ഞാൻ വെച്ചാൽ കൊള്ളില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ സ്റ്റൂ പലർക്കും വെക്കാൻ അറിയും. ചിലർ വെക്കും, നല്ല രീതിയിൽ വെക്കും, പലർക്കും പക്ഷെ വെക്കാൻ അറിയത്തില്ല. ചിക്കൻ സ്റ്റൂവിനെ നമ്മുടെ സാധാരണ മസാലയെല്ലാം കൂടെ വാരി വലിച്ചിട്ടിട്ട് കുളവാണ്. അങ്ങനെ ഒന്നുമല്ല ചിക്കൻ സ്റ്റൂ വെക്കട്ടെ. ഇതിപ്പോ ഞാൻ ചിക്കൻ സ്റ്റൂവിനുള്ള മസാലകളാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വളരെ പെട്ടെന്ന് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലാന്ന് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, നല്ല ഒന്നാം തരം ചിക്കൻ സ്റ്റൂ ആയിരിക്കും. നിങ്ങൾ നോക്കിക്കോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. വളരെ ഈസിയാണ്, സിമ്പിൾ ആണ്, വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. നല്ല ഒന്നാം തരം ചിക്കൻ സ്റ്റൂ ആയിരിക്കും. നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ ആദ്യം ചിക്കൻ അങ്ങോട്ട് ഇടുവാണ്. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അതിൻ്റെ കൂടെ നമ്മൾ 4 സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിടുക. കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രാമ്പൂ, പട്ട, തക്കോലം ആൻഡ് ഏലക്കാപ്പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ആൻഡ് ഗാർലിക്, പച്ചമുളക്. നമുക്ക് ഇത്രയും മതിയാവും. ഓക്കെ, കുഴപ്പമില്ല, കടന്നോട്ടെ, വേണ്ടി വരും. പിന്നെ നമ്മൾ പൊടിക്കകത്ത് കുറച്ച് കുരുമുളക്, പിന്നെ അരിപ്പൊടി. ഇത് അരിപ്പൊടി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ, നല്ല കൊഴുപ്പ് വേണം. പിന്നെ ലാസ്റ്റ് നമ്മൾ കാഷ്യൂനട്ട്, പച്ച കശുവണ്ടി അരച്ചത്, അതും ചേർക്കുക. പിന്നെ ആവശ്യത്തിന് തേങ്ങാപ്പാൽ. ഇതിലാണ് നമ്മൾ തിളപ്പിക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലേ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പൊ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ അതായത് 1 വിസിലടിച്ചു കുക്കറിൽ. അത് തുറന്നിട്ടില്ല, അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് അതിലിടാനായിട്ട് ഒരു സാധനം റെഡിയാക്കാനുണ്ട്. നമ്മൾ കുഞ്ഞുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂപ്പിക്കണം. താളിക്കാനാണേ, കുറച്ച് കറിവേപ്പിലയും കൂടെ. അപ്പൊ നമ്മുടെ കുക്കർ തുറക്കുവാണേ. അപ്പൊ ഇനിയാണ് നമ്മുടെ സംഭവം ചേർക്കേണ്ടത്. തേങ്ങാപ്പാല്. തേങ്ങാപ്പാൽ ഒഴിക്കുക, നന്നായിട്ട് ഇളക്കുക. ഇത് നമ്മുടെ അവസാനത്തെ മിനുക്ക് പണിയാണ്. നമ്മൾ താളിക്കുവാണ്. നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അതങ്ങോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നല്ല മുരിഞ്ഞ ഉള്ളി, കറിവേപ്പില, ഇതെല്ലാം റെഡിയായി. നമ്മുടെ സ്റ്റൂ നല്ല തിക്ക് ഗ്രേവിയിൽ നല്ല സുന്ദരനായിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ചിക്കൻ സ്റ്റൂ, നല്ല കിടിലൻ ചിക്കൻ സ്റ്റൂ. ആര് കണ്ടാലും കൊതി വരുന്ന കളറും കൊഴുപ്പും. ഇനി ടേസ്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ടേസ്റ്റ് ചെയ്യാം.
അപ്പം നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ടേസ്റ്റ് ചെയ്യുവാണ്. കുറച്ചിങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ബ്രെഡാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. ബ്രെഡിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് ഇടുക. ആഹാ, എന്താ രസം. കുറച്ചുകൂടെ അങ്ങോട്ട് എടുക്കുക. നല്ല തിക്ക് ഗ്രേവിയാണ്. നോക്കിയേ, ഇങ്ങനെ വേണം സ്റ്റൂ കിടക്കാൻ, ഓടി നടക്കാൻ. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്, വളരെ പെട്ടെന്ന്. ഇച്ചിരി ബ്രെഡ് എടുക്കുക, ഇച്ചിരി ചിക്കൻ എടുക്കുക. ഓ, എൻ്റെ പൊന്നോ, കണ്ടോ? ആ, രക്ഷയില്ല, ഒടുക്കത്തെ ടേസ്റ്റ് കേട്ടോ. ഓ, കുറച്ച് കഴിച്ചോ, ഞാൻ കഴിച്ചോളാം.